അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച്? 20 ഭാഗ്യശാലികൾക്ക് 20 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 20 വരെ പർച്ചേസ് ചെയ്യുന്ന 20 പേർക്കാണ് ഈ സൗഭാഗ്യം. എങ്ങനെയാണെന്നല്ലേ? എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു. ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെ കുറിച്ച് അറിയണ്ടേ? ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ, ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ, 10 പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറക്കല്ലേ, ഈ ഓണം സെവൻസിനോടൊപ്പം. കൊച്ചിൻ വികസന വേദിയുടെ നേതൃത്വത്തിൽ തിരുവോണ ദിനം ഫോർട്ട് കൊച്ചി ഗുഡ് ഹോപ്പ് അഗതി മന്ദിരത്തിലെ അച്ഛനമ്മമാരോടൊപ്പം ആഘോഷിച്ചു. KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ വികസന വേദിയുടെ നേതൃത്വത്തിൽ ഓണനിലാവിന്റെ ഭാഗമായി തിരുവോണ ദിനത്തിൽ ഫോർട്ട് കൊച്ചി ഗുഡ് ഹോപ്പ് അഗതി മന്ദിരത്തിലെ അച്ഛനമ്മമാരോടൊപ്പം ആഘോഷിച്ചു. പാട്ടും നൃത്തവുമൊക്കെയായി തിരുവോണ ദിനത്തിലെ തിരുവോണ സദ്യ അച്ഛനമ്മമാരോടൊപ്പം കഴിച്ചാണ് പ്രവർത്തകർ മടങ്ങിയത്. പരിപാടി KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. മേഖലകളിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പോകുന്ന ഒരു സംഘടനയാണ് കൊച്ചിൻ വികസന വേദി. തിരുവോണം എല്ലാവരും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. മലയാളികളുടെ ഒരു ദേശീയോത്സവമാണ് ഓണം. ലോകത്തെവിടെ മലയാളികളുണ്ടെങ്കിലും അവിടെയൊക്കെ ഓണം ഇതുണ്ടാകും. അപ്പോൾ നമ്മുടെ ഗുഡ് ഹോപ്പിലെ അമ്മമാരും അപ്പന്മാരും ഒക്കെ അവർക്കും ഓണത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളൊക്കെ മുൻകാലങ്ങളിലുണ്ടാകും. പക്ഷെ ഇപ്പോൾ അവരെല്ലാവരും ഇവിടെ വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വമൊക്കെയാണ് ഗുഡ് ഹോപ്പിൽ താമസിക്കുന്നത്. അപ്പോൾ അവർക്കും പുതിയ വസ്ത്രങ്ങൾ ഓണ കൊടിയെ കൊടുത്ത് ഒരു ഓണം ആഘോഷിക്കാനുള്ള അവസരമാണ് കൊച്ചിൻ വികസന വേദി ഒരുക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം പ്രസിഡന്റ് PK കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KB ജബ്ബാർ, രക്ഷാധികാരി KB അഷ്റഫ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബലാൽ, സീരത്ത് റഷീദ്, സ്മിത ബഷീർ, MM സലീം, KM റിയാദ് തുടങ്ങിയവർ സംസാരിച്ചു. എൻ്റെ രക്ഷിതാക്കളുടെ ഒപ്പം അവരുടെ സാന്നിധ്യത്തിൽ ഒരു ആദരവ് ഏറ്റുവാങ്ങുക പറയുന്നത് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒന്നാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തത് കൊച്ചി വികസന വേദി നൽകുന്ന ഈ ആദരവ് കൊച്ചി വികസന വേദിയിലെ എല്ലാവരും KPH മുതൽ ഇങ്ങോട്ട് താഴെയുള്ള എല്ലാ തലമുറയും എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളാണ്. ഞാൻ അവരുമായി ഏറ്റവും അധികം അടുത്തിടപഴകുന്ന ഒരു വ്യക്തിയാണ്. KM റിയാദാണ് അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പി നൽകിയത്. ചടങ്ങിൽ മികച്ച നവാഗത കൗൺസിലർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്, M ഹബീബുള്ള എന്നിവർക്ക് സേവാരത്ന പുരസ്കാരം KJ മാക്സി MLA കൈമാറി. നമ്മളെല്ലാവരും ആദരിക്കുന്ന MLAയും മറ്റാളുകളും നിങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ വരുമ്പോൾ അറിയാം ഞങ്ങൾ നിങ്ങളെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്ന്, അല്ലേ? നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ജനപ്രതിനിധിയുടെ ഏറ്റവും ആദ്യത്തെ ഞങ്ങളുടെ ചുമതല എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം, സാധാരണ ജനങ്ങളുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഇത്രയും വലിയൊരു നിര, ഒരു പക്ഷേ നിങ്ങൾ വീട്ടിലാണ്, നിങ്ങളുടെ മക്കളുടെ ഒപ്പമാണെന്നെങ്കിൽ നിങ്ങളുടെ MLA ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ കടന്നു വരില്ല. പക്ഷെ ഇന്ന് നമ്മളുടെ ഈ ജനാധിപത്യത്തിന്റെ ഒരു വലിയൊരു നേതാവ് നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ഓണം ആഘോഷിക്കുന്ന ഒരു വേള, ഇതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. വിവിധ മേഖലകളിലുള്ള യുവഗായിക ഫാത്തിമ ഫിറോസ്, കൊച്ചിയുടെ പ്രിയ ഗായകൻ യഹിയ അസീസ്, ഗസൽ ഗായിക സലീഖത്ത്, മാധ്യമപ്രവർത്തകൻ CS ഷിജു, ബിഗ് ബെൻ ഹൗസ് നവീകരണം പൂർത്തിയാക്കിയ AM നൌഷാദ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ചെന്നൈ ഹൃദയങ്ങളിൽ ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുക. ഇതിൽ രാഷ്ട്രീയമില്ല, മതമില്ല, എല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് എന്ന ഉത്തമ വിശ്വാസവുമായാണ് ഈ സംഘടന. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.